നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ആദ്യം അറിയേണ്ടത് സർക്കേഡിയൻ റിതത്തിനെ പറ്റിയാണ്. ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഫിസിയോളജിക്കൽ നോർമൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് എല്ലാം ഈ ഒരു സർക്കേഡിയൻ റിതം അനുസരിച്ചാണ്. സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് അത് പീക്ക് ചെയ്യുന്നത് ആഫ്റ്റർനൂൺ ഈവനിങ് സമയങ്ങളിലാണ്. രാത്രിയാകുമ്പോൾ അത് പതിയെ കുറഞ്ഞു തുടങ്ങും. രാത്രി നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഈ ഒരു ആസിഡ് പ്രൊഡക്ഷന്റെ താളം തെറ്റും. സോ ലേറ്റ് നൈറ്റ് നിങ്ങൾ കഴിക്കുമ്പോൾ ഇത് സ്റ്റൊമക്കിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയിട്ട് ആസിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഹാർട്ട് ബേൺ, നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ GERD പോലത്തെ അസുഖങ്ങൾ വരാം. 2, ഇനി ഹൈ ഫാറ്റ് അല്ലെങ്കിൽ സ്പൈസി ഫുഡാണ് കഴിക്കുന്നെങ്കിൽ ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടും. നമ്മുടെ ഫുഡ് പൈപ്പിന്റെ ഏറ്റവും താഴത്തെ ഒരു ഡോറുണ്ട്, സ്ഫിങ്ക്ടർ എന്ന് പറയും, ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്ടർ. അത് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ആസിഡ് പതിയെ മുകളിലോട്ട് വന്ന് നിങ്ങളുടെ നെഞ്ചെരിച്ചിൽ കൂടാം. 3, ഡൈജഷൻ പ്രോസസ്സ് രാത്രി പൊതുവെ കുറവാണ്. ഈ സമയത്ത് നിങ്ങൾ ലാർജ് മീൽസ് കഴിക്കുവാണെങ്കിൽ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. ഇൻഡൈജഷനും ഡിസ്കംഫർട്ടും ആയിട്ടായിരിക്കും നിങ്ങൾ കിടക്കാൻ പോകുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ 4, നിങ്ങളുടെ സ്ലീപ്പിനെ എഫക്ട് ചെയ്യും. നിങ്ങളുടെ ക്രേവിങ്സ് കൂടും. നിങ്ങൾക്ക് പിറ്റേ ദിവസം വിശപ്പിന്റെ അളവ് പിന്നെയും കൂടും. ഇനി 5, ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ഉടനെ കിടക്കാൻ പോവുകയാണെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആസിഡ് റിഫ്ലക്സ് ചെയ്ത് പതിയെ ഫുഡ് പൈപ്പിലോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ നെഞ്ചരിച്ചിൽ പിന്നെയും കൂടും. 6, ലേറ്റ് നൈറ്റിൽ ഓഫൺ ഫുഡ് ചോയ്സസ് എന്ന് പറയുന്നത് വളരെ പുവറാണ്. അത് ജങ്ക് അല്ലെങ്കിൽ ഹൈ ഫാറ്റ്, ഹൈ കാലറി ഫുഡ്സ് ആയിരിക്കും. ഇത് ലോങ് ടേം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഒബിസിറ്റി കാരണമുള്ള അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഫാറ്റ് ഗെയിൻ അറൌണ്ട് ദ അബ്ഡമിൻ, ഹിപ്സ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസും വരാം. ഇനി ഫൈനലി നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എംപ്റ്റി ചെയ്ത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സും സ്ലോ ഡൗൺ ആവും. ഇത് നമുക്ക് ഡിസ്കംഫർട്ട്, നോസിയ, നമുക്ക് ബ്ലോട്ടിംഗ് പോലത്തെ പ്രോബ്ലംസും വരാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ഒഴിവാക്കണം. ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസിൽ നിന്നും മാറി നിൽക്കാം.